അങ്ങനെ തന്നെ മുമ്പോട്ട് ഇനിയും പോണം. സുബി അവിടെ ഉണ്ട് നാഥനായിട്ട് വിചാരിക്കണം കേട്ടോ. ടെലിവിഷനിലും സിനിമയിലും ചുവടുറപ്പിച്ച് വരുന്നതിനിടെയാണ് നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധി വാഹന അപകടത്തിൽ മരിക്കുന്നത്. സുധിയുടെ വരുമാനം മാത്രമായിരുന്നു ആകെയുള്ള വരുമാനം ആ കുടുംബത്തിന്. നടന്റെ മരണശേഷം സന്നദ്ധ സംഘടനയായ രേണുവിനും മക്കൾക്കുമായി സ്വന്തമായി ഒരു വീട് നിർമ്മിച്ചു നൽകി. മക്കളുടെ വിദ്യാഭ്യാസവും സ്പോൺസർമാരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. സുധിയുടെ വേർപാടിന് മുമ്പ് വരെ മക്കളുടെ കാര്യവും കുടുംബകാര്യവും നോക്കി വീട്ടിൽ തന്നെയായിരുന്നു ഭാര്യ രേണു. എന്നാൽ അടുത്തിടെയായി നാടകാഭിനയവും മറ്റുമായി രേണുവും സുധിയുടെ പാത പിന്തുടർന്ന് സ്റ്റേജുകളിൽ സജീവമാണ്. സോഷ്യൽ മീഡിയയിലും സജീവമായ രേണു മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുമായി സഹകരിച്ചു ചെയ്യുന്ന റീൽ വീഡിയോകളും ഫോട്ടോഷൂട്ടുകളും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. എന്നാൽ പലപ്പോഴും അഭിനന്ദനങ്ങളെക്കാൾ കൂടുതൽ വിമർശനമാണ് രേണുവിന് ലഭിക്കുന്നത്. പുരുഷന്മാർക്കൊപ്പം റൊമാൻറ്റിക് റീലും ഫോട്ടോഷൂട്ടും ചെയ്യുന്നു എന്നതിന്റെ പേരിലാണ് രേണുവിന് വിമർശനം ലഭിക്കുന്നത്. ഭർത്താവ് മരിച്ചൊരു സ്ത്രീ മറ്റൊരു പുരുഷനൊപ്പം പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുന്നത് ശരിയല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ രേണുവിനെ പിന്തുണച്ചും നിരവധി കമന്റുകൾ വരുന്നുണ്ട്. ഈ കുറ്റം പറയുന്നവരൊന്നും കൂടെ കാണില്ല. ഒരാവശ്യം വന്നാൽ ചേച്ചിക്ക് അറിയുന്ന ജോലി ചേച്ചി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഇവിടെ വന്ന് ഓരോന്ന് ചേച്ചിയെ പറ്റി മോശം പറയുന്നത്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും കേൾക്കണ്ട, ചേച്ചിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക എന്നിങ്ങനെയും കമന്റുകൾ ഏറെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകൾ വീട് വെച്ചു കൊടുത്തപ്പോൾ സുരേഷ് ഗോപിയുമായി രേണു സംസാരിച്ചിരുന്നു. അതിന്റെ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. വീഡിയോ ഇങ്ങനെയാണ്. അങ്ങനെ തന്നെ മുമ്പോട്ട് ഇനിയും പോണം. സുബി അവിടെ ഉണ്ട് നാഥനായിട്ട് വിചാരിക്കണം കേട്ടോ. അതൊന്ന് വെട്ടിച്ചുരുക്കി ഒരു വീടിനുള്ള കാശ് അങ്ങനെ ഒരു എന്താ അങ്ങനെ ആവശ്യമുള്ളത്